എൻ്റെ സ്വന്തം രാഷ്ട്രീയ നേതാക്കന്മാരെ, നിങ്ങളോട് എൻ്റെ ഒരു ചെറിയൊരു അപേക്ഷയാണ്. നിങ്ങൾ ഈ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ കൊണ്ട് വന്നിട്ട് ഒരിക്കലും ഒരു രാഷ്ട്രീയക്കാരനും പാവപ്പെട്ടവനായിട്ട് ജീവിക്കുന്നില്ല. എല്ലാവരും കോടീശ്വരന്മാരും ആയിട്ട് ജീവിക്കണം. ആരും ദരിദ്രനായിട്ട് ജീവിക്കണില്ല. നിങ്ങൾ ഈ രാഷ്ട്രീയ പൊതുപ്രവർത്തനങ്ങൾ കൊണ്ട് കോടികൾ സമ്പാദിക്കണേ. ഞങ്ങൾക്ക് അതിനകത്ത് കൊണ്ട് ഒരു വിഷമവുമില്ല. പക്ഷേ നിങ്ങൾ ഞങ്ങളോട് ചെറിയൊരു സഹായം നിങ്ങൾ ചെയ്യുക. ഈ കേരളത്തിൽ മദ്യം നിങ്ങൾ ഈ മതനേതാക്കന്മാർ പറഞ്ഞത് കേട്ട് അടച്ചു പൂട്ടി വെക്കല്ലേ. അത് സുലഭമാക്കി കൊടുക്കുക നിങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ. ഉദാഹരണത്തിന് നമ്മുടെ എയർപോർട്ടിൻ്റെ അടുത്തുള്ള കോട്ടായിലുള്ള ബിവറേജ് 1500 2000 രൂപയുടെ കുപ്പി മേടിക്കാൻ ഞങ്ങൾ ക്യൂ നിന്ന് കഷ്ടപ്പെട്ടാൽ മേടിക്കണം. എന്താണ് നിങ്ങൾ അതുകൊണ്ട് ഉദ്ദേശിക്കണേ? അതൊരു സൂപ്പർ മാർക്കറ്റ് പോലെ ആവശ്യമുള്ളവർക്ക് കുപ്പിയെടുത്ത് കൗണ്ടറിൽ വന്ന് ബില്ലടിച്ച് സുലഭമാക്കി കൊടുത്താൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. നിങ്ങൾ മദ്യം സുലഭമാക്കുക. മദ്യം സുലഭമാക്കിയില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ MDMA പോലുള്ള കെമിക്കലായിട്ടുള്ള ലഹരി പദാർത്ഥങ്ങൾ നമ്മുടെ കേരളത്തിൽ വരും. ഈ ലഹരി പദാർത്ഥങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ 21 18 വയസ്സുള്ള പിള്ളേർ 5 പേരെ കൊല്ലണോടത്ത് ഒരു 2-3 വർഷം കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ അത് 10 പേരായി മാറും. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നിങ്ങൾ മദ്യം സുലഭമാക്കുക. ലോകത്ത് എല്ലായിടത്തും ഇതുണ്ട്. ലോകത്ത് കഞ്ചാവ് ലീഗലാക്കിയിട്ടുള്ള രാജ്യങ്ങളിലൊന്നും ഈ മാതിരി പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മുടെ നാട്ടിലാണ് ഈ മാതിരി പ്രശ്നങ്ങളുള്ളത്. അതുകൊണ്ട് എൻ്റെ പൊന്നു രാഷ്ട്രീയ നേതാക്കന്മാരെ, നിങ്ങൾ ഞങ്ങളോട് കുറച്ചെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ഈ മദ്യം എന്ന് പറയുന്ന സാധനം നിങ്ങൾ സുലഭമാക്കി കൊടുക്കുക. എൻ്റെ ഒരു അപേക്ഷയാണ്.